ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഓവൺ പീക്കോട്ടാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ശേഷം ഒരു മുട്ടുസൂചി എടുത്തിട്ട് ഈ സെൻറ്ററിലെ ലൈനിലേക്ക് ഇതേപോലെ ഒന്ന് സെൻറ്ററിലെ ലൈനിൻ്റെ ആ ഒരു എൻഡ് വരെ ഒന്ന് കുത്തിയെടുക്കുക കേട്ടോ. കുത്തി വെച്ചതിന് ശേഷം അത് 6 ടൈംസ് ത്രെഡ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് താഴത്തെ ആ ഒരു മുട്ടിൻ്റെ അടിയിലൂടെ കോർക്കുക, ഒന്ന് ചുറ്റിയെടുക്കുക. അതായത് അതിൻ്റെ അടിയിലൂടെ ഒന്ന് എടുക്കുക. ശേഷം കണ്ടോ, ഈ ഒരു സെൻറ്ററിലൂടെ ഒന്ന് കുത്തിയെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ആ ഒരു മുട്ടിൻ്റെ അടിയിലൂടെ ഒന്ന് ചുറ്റാം. കണ്ടോ, എന്നിട്ട് വേണം വീവ് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ വീവ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെയും നടുക്കത്തെ സ്റ്റിച്ചിൻ്റെ മീതെ കൂടെയും അതിൻ്റെ അടുത്തുള്ള സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ ആയിട്ടുള്ള ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒന്ന് വീവ് ചെയ്തെടുത്തത് അല്ലേ. തിരിച്ച് പോകുമ്പം സെൻറ്ററിലെ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെയും കണ്ടോ, ഇതേപോലെ ഒന്ന് വീവ് ചെയ്തെടുക്കുക. വീവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ടൈറ്റായിട്ട് വലിക്കരുത്, അതുപോലെ തന്നെ വളരെ ലൂസായിട്ട് ഇട്ട് കൊടുക്കരുത്. ഒരു നോർമൽ ലെവൽ, ഒരു മീഡിയം സൈസിൽ അത് എന്താ പറയുക, അധികം വല്ലാണ്ട് ടൈറ്റ് ആക്കാത്ത രീതിയിൽ ഒന്ന് കോർത്ത് വീവ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഫ്ലവർ ചെയ്യാനൊക്കെ നല്ല വൃത്തിയുള്ള, അതായത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഇതിപ്പോൾ ഒരു പെറ്റലായിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ ചുറ്റും ഓരോ ഫ്ലവറിനും ഓരോ പെറ്റൽ വരയ്ക്കാൻ അറിയാമല്ലോ അല്ലേ നിങ്ങൾക്ക്. അതേപോലെ ഓരോ പെറ്റലായിട്ട് വരച്ചിട്ട് ഇതുപോലെ വീവ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വീവ് ചെയ്തെടുക്കുക. ക്ലോത്തിൽ ടച്ച് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ വീവ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ക്ലോത്തിൽ ടച്ച് ചെയ്യാതെ ആ ഒരു 3 സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ കോർത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഈ ഒരു 3 സ്റ്റിച്ചിൻ്റെയും കണ്ടില്ലേ, ഇതുപോലെ വീവ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഉണ്ടാവാം അല്ലേ, നിങ്ങളുടെ അറിവിലൊക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഈ ഒരു ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന്, അതായത് പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്തവരുണ്ടാവാം അല്ലേ, നിങ്ങളുടെ അറിവിലൊക്കെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ല, അപ്പോൾ ഇത് കോർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൊണ്ട് നമുക്കൊന്ന് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കോർത്ത് കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് താഴേക്ക് ഇറക്കുക, കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം ഈ ഒരു കണ്ടോ, ആ ഒരു ബോൾ പിന്നിൽ നമ്മൾ എടുത്താൽ ഈ ഒരു പെറ്റലിങ്ങനെ പൊങ്ങിക്കിടക്കും. ഇനിയിപ്പോൾ ഇതിങ്ങനെ കിടക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കണ്ടോ, ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചുറ്റും എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു നേരത്തെ അല്ലേ, ഓരോ പെറ്റൽസായിട്ട് നിങ്ങൾക്ക് വരച്ചെടുത്തൊരു ഫ്ലവറായിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ.